എസ് അദ്ദേഹം വന്നു തോന്നുന്നു. ഗുഡ് ഈവനിങ് ഇൻസ്പെക്ടർ സാർ. മധു, നീ കാരണം എനിക്കിപ്പോ ജോലി തുടരാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. മധു, അന്ന് നീ എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ ആരോടും ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല. നിനക്ക് ഞാനൊരു ശല്യമാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. നിന്നെ കുറിച്ച് ധാരാളം കംപ്ലൈന്റ്സ് കമ്മീഷണർ കിട്ടിയിട്ടുണ്ട്. നാളെ യാതൊരു കാരണവശാലും നീ പണിമുടക്ക സ്ഥലത്ത് കാണാൻ പാടില്ല. മധു, നീ അല്പം കൂടെ ആലോചിച്ചിട്ട് സംസാരിക്കും. തൊഴിലാളികളെ പണിമുടക്കിന് ഇറക്കി വിട്ടിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നത് ശരിയാണോ? മുതലാളിയുടെ ആൾക്കാർ ഞങ്ങളുടെ പണിയെടുത്താൽ പിന്നെ ഞങ്ങൾ പണിക്ക് എവിടെ പോകും? അതൊന്നും എനിക്കറിയണ്ട. നാളെ സംഘർഷമുണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ജോലിയാണ്. നിനക്ക് നിന്റെ ജോലി നോക്കാം, എനിക്ക് എന്റെ ജോലി നോക്കാൻ പാടില്ലേ? ഞാനവിടെ പോകാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോ നീ പോവല്ലേ? ആ, പോയിക്കോ. ശാന്തി, തിരുവള്ളം കൊണ്ടുവരൂ. ആ, നീങ്ങി വന്നേ. വാ. ജോലി ഒന്നും ചെയ്യരുത് കേട്ടോ. 1-ാം തീയതി വന്നേക്ക്. ശമ്പളം വേണമെന്ന് പറഞ്ഞ് തന്നേക്കാം. അത് തരുമെന്ന് എനിക്കറിയാമല്ലോ. എന്റെ ജോലിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്തു. ഉണ്ട്. നിന്നോട് പെട്രോൾ വാങ്ങാൻ പറഞ്ഞിട്ട് നീ വാങ്ങിക്കൊണ്ട് വന്നോ? അതിന് പോകാൻ തുടങ്ങിയപ്പോഴാ കുഞ്ഞ് തുണി അലക്കാൻ പറഞ്ഞത്. എന്നിട്ടോ? അപ്പോഴാണ് ഷാജി കുഞ്ഞ് ബൈക്ക് തുടയ്ക്കാൻ പറഞ്ഞത്. തുടച്ചോ? അപ്പോഴാ കുഞ്ഞ് ചെരുപ്പ് പോളിഷ് ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് അപ്പോഴാ മുതലാളി പെട്രോൾ വാങ്ങാൻ പറഞ്ഞത്. ഇനി ഇപ്പൊ ടിന്നെടുക്കുന്നു, പെട്രോൾ വാങ്ങുന്നു, വണ്ടിയിൽ ഒഴിക്കുന്നു, വണ്ടി പോകുന്നു, മുതലാളി പോകുന്നു. അപ്പോൾ ഞാൻ എന്റെ കൈ ഉയർത്തുന്നു, നിന്റെ ചെവിക്കുറ്റിക്കും തരുന്നു. ഞാൻ ഓടുന്നു. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ മടിക്കുന്ന ഈ മുതലാളി വർഗത്തിനെതിരെ നാം ഇന്ന് ചെയ്യുന്ന ഈ സമരം പരിപൂർണമായും സമാധാനപരമായിരിക്കണം. മരിച്ചുപോയ നമ്മുടെ തൊഴിലാളി സുഹൃത്തായ ഷംസുവിന്റെ ജീവൻ ഈ സമരം കൊണ്ട് തിരിച്ചു കിട്ടില്ലെന്ന് അറിയാമെങ്കിലും മറ്റൊരു തൊഴിലാളിയുടെ കുടുംബത്തിന് ഷംസുവിന്റെ കുടുംബത്തിന്റെ ഗതി വരരുത്. നമ്മുടെ വശത്തു നിന്നും യാതൊരു അക്രമ പ്രവർത്തനങ്ങളും ഉണ്ടാകാതെ നോക്കേണ്ടത് ഇവിടുത്തെ ഓരോ തൊഴിലാളിയുടെയും കടമയാണ്. നശീകരണമല്ല നമ്മുടെ ലക്ഷ്യം. ഈ ബന്ദ് പരിപൂർണമായി വിജയിപ്പിക്കുവാൻ ഞാൻ എല്ലാ തൊഴിലാളികളെയും ആഹ്വാനം ചെയ്യുന്നു. തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ സൂക്ഷിച്ചോ, പകരം ഞങ്ങൾ ചോദിക്കും. ഏതായാലും ബന്ദ് വിജയമായിരിക്കും. വിചാരിച്ചു പോയ സംഗതി നടന്നു, അത് മതി. മാറി നിൽക്ക്, ഞങ്ങൾക്ക് ലോറി എടുക്കണം. ഇന്ന് ഹർത്താലാണ്. ആരെയും ലോറി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എടുക്കുന്നവരുടെ കൈ ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തും. നീ ആരടാ? മാർക്കറ്റിലെ മജിസ്ട്രേറ്റ്. കാണാം, ഞാൻ ആരാണെന്ന് വണ്ടി എടുക്കുമ്പോൾ നീ മനസ്സിലായിക്കൊള്ളു. എന്റെ മുതലാളി സിന്ദാബാദ്, എന്റെ മുതലാളി സിന്ദാബാദ്. എന്റെ മുതലാളി കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സിന്ദാബാദ് സിന്ദാബാദ്, എന്റെ മുതലാളി സിന്ദാബാദ്. പൊട്ടിപ്പോയേ പൊട്ടിപ്പോയേ, വെടിതീർന്നേ, തൊഴിലാളി വന്ന് വെടിതീർന്നേ. ചെന്ന് കമ്പോളത്ത് നോക്ക്, ബന്ധവിടെ പൊട്ടിക്കിടക്കുക. ആ, എന്റെ മുതലാളി സിന്ദാബാദ്. മുതലാളി മുതലാളി മുതലാളി, പൊട്ടി പൊളിഞ്ഞു പോയി മുതലാളി. പൊട്ടി പാളീഷായി. എന്തോന്ന്? അവന്മാരുടെ പന്ത് അല്ലല്ല ബന്ത്. നേരാണോടാ? ആ, കമ്പം പൊട്ടുന്നത് പോലെ 8 നില പൊട്ടി. ആ, കാണാൻ എന്തൊരു ശേലെ. അപ്പോൾ നമ്മൾ ജയിച്ചല്ലോടാ. മുതലാളിക്ക് സംശയമാണെങ്കിൽ കാറെടുത്ത് കമ്പോളത്തിലുണ്ട്. ഒറ്റ ഒരുത്തൻ കടബോധം തുറന്നിട്ടില്ല. അവിടെങ്ങും ഒരീച്ച പോലും പറക്കത്തില്ല.
വൃത്തികേട്. മുതലാളി ഇപ്പോഴും മധുരമുള്ള ചായയാണോ കുടിക്കുന്നത്? ഞാൻ ഡോക്ടറോടൊന്ന് പറയട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കടാ. കൊല്ലപ്പെട്ടയാൾ നിന്റെ ആരാണ്? ഞങ്ങൾ വർഷങ്ങളായി ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. സംഘട്ടത്തിനിടയിൽ അവൻ എങ്ങനെയാ കുത്തേറ്റത്? ഞങ്ങളാരും ഇന്നലെ പണിമുടക്കി പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഹർത്താലിന്റെന്ന് പണി ചെയ്യുന്നവരെ കാച്ചുകളയുമെന്ന് കുഞ്ഞാലിക്ക പറഞ്ഞിരുന്നു. മാറില്ലടാ. മൂന്നാല് കാര്യം പറടാ. ഞങ്ങൾ രാവിലെ ജോലിക്ക് വരികയായിരുന്നു. എന്റെ മുൻപിലിട്ടാണ് കുഞ്ഞാലി എന്റെ കൂട്ടുകാരനെ കുത്തിക്കൊന്നത്. ചോര ഒലിച്ച് അവൻ എന്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്. സാർ, അവൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവൻ എന്നെയും കുത്തിക്കൊല്ലും. ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. വെരി ഗുഡ്, മിടുക്കൻ. ഇതാ 1000 രൂപയുണ്ട്. ഐ ആം വെരി സോറി മിസ്റ്റർ മധു. നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കൊലപാതകവും കൊള്ളവയ്പും ഒഴിവാക്കാമായിരുന്നു. സാർ, ഞാൻ ഇന്നലെ രാത്രിയിൽ എല്ലാ നടപടികളും എടുത്തിരുന്നു. മിസ്റ്റർ ശേഖരനും അക്രമങ്ങൾ ഒഴിവാക്കാൻ ചിലതൊക്കെ ചെയ്യാമായിരുന്നു. നോ നോ, എത്ര പേരുടെ ജീവനാണ് പോലീസിന് ഇപ്പോൾ സമാധാനം പറയേണ്ടി വന്നിരിക്കുന്നത്? ഇന്നലെ രാത്രി കുഞ്ഞാലിയെ തന്ത്രപൂർവ്വം ഞാൻ മുറിക്കാതിട്ട് പൂട്ടി. ആരാണ് ഈ കുഞ്ഞാലി? എന്താണ് നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധം? കളങ്കമില്ലാത്ത സ്നേഹബന്ധമായിരുന്നു ഞങ്ങളുടേത്. ആ, ബൈ ദ വൈ മിസ്റ്റർ മധു, സാർ, ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്ന കള്ളക്കടത്തിന്റെ കേസ് ഫയൽ തമിഴ്നാട് പോലീസ് അയച്ചു തന്നിട്ടുണ്ട്. ഇതാ. കേസിനെ സംബന്ധിക്കുന്ന പൂർണ്ണ വിവരങ്ങൾ ഇതിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ഒരു കോൺസ്റ്റബിളിനെ കൊലപ്പെടുത്തുകയും കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുന്ന 2 പ്രധാന കുറ്റവാളികളുടെ ഫോട്ടോ ഇതിലുണ്ട്. ചേട്ടാ, നീ അവനെ തുറന്നിട്ടാണ് ഈ കുഴപ്പം എല്ലാം ഉണ്ടായത്. ചേട്ടാ, കുഞ്ഞാലിക്കയുടെ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ ഞാനിവിടെ ഇല്ലാത്ത പോയവരിനോടി മേലാൽ അവനോട് വരാനും പച്ചവെള്ളം കൊടുക്കാനും ഇടയായിരുന്നു. ചേട്ടാ, നീ വിചാരിക്കുമ്പോഴല്ല, അവനിന്ന് 2 കൊലക്കേസിലെ പ്രതിയും കള്ളക്കടത്തുകാരനും കൂടിയാണ്. കുഞ്ഞാലിക്കയ്ക്ക് ഒരിക്കലും ഒരു കള്ളക്കടത്തുകാരനോ കൊലപാതകയോ ആകാൻ കഴിയില്ല ചേട്ടാ. പോലീസിന് വ്യക്തമായ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തിനകം ഞാൻ അവനെ അറസ്റ്റ് ചെയ്യും. കൊലമരവും കാത്തു കഴിയുന്ന കൊലയാളിയാണ് അവൻ. അവന് വേണ്ടി വാദിക്കുന്നവരാരായാലും ശരി ഈ വീട്ടിൽ സ്ഥാനമില്ല. കുഞ്ഞാലിക്ക, എങ്കിലും എന്റെ കുഞ്ഞാലിക്ക ഒരു കൊലപാതകയും കള്ളക്കടത്തുകാരനുമാണെന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് മരവിച്ചു പോയി. എനിക്ക് വേണ്ടി എന്റെ പെങ്ങളെ നീ സങ്കടപ്പെടുന്നു. എന്റെ പെങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. കൊള്ളക്കാരനാണ് ഞാൻ, പക്ഷേ കൊലപാതകയല്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ ആകേണ്ടി വന്നു. ചേട്ടൻ പറഞ്ഞത് ശരിയാണല്ലേ? ഞാൻ ഒരിക്കലും കുഞ്ഞാലിക്കോട് മിണ്ടില്ല. എന്നെ കാണാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട. എന്റെ പൊന്നു പെങ്ങൾ എന്നോട് ക്ഷമിക്കണം. വർഷങ്ങൾക്ക് മുമ്പ്